സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കപ്ലാനിലത്തെ 298 ജിനി കമ്പനിയാണ്. ഒരു ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. ഒന്നാമത്തെ റിക്വയർമെന്റ് നമ്മളോട് പറയുന്നത് കാൽക്കുലേറ്റ് നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് LP500 പ്രൊജക്ട് ആൻഡ് കമന്റ്. അപ്പോൾ കമന്റ് ചെയ്തില്ലെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് ലോസ് ആവും. ഓക്കെ, അപ്പോൾ ഇതിലെ 11 മാർക്ക് കാൽക്കുലേഷനും 1 മാർക്ക് കമന്റിനുമാണ്. സോ നമുക്ക് ഓരോന്നായി തുടങ്ങാം. നിങ്ങൾ ചോദ്യം വായിച്ചിട്ട് തന്നെ ബാക്കി എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഞാൻ ആദ്യം നമ്മൾക്കറിയാം NPV ഫോർമാറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സെയിലാണ് നമ്മൾ എപ്പോഴും എടുക്കാറുള്ളത് അല്ലേ. സോ നമുക്ക് ഇവിടെ സെയിൽസിനെ കുറച്ച് വർക്കിംഗ് വരുന്നുണ്ട്. നോക്കിയാലോ, സെയിൽസിന്റെ വർക്കിംഗ്. സെയിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കറന്റ് പ്രൈസ് ടേമിൽ 90 ആണ് ഒരു യൂണിറ്റിന് വരുന്നത്. ഓക്കെ, ആൻഡ് അത് ഇൻഫ്ലേറ്റ് ചെയ്യുന്നുണ്ട് സെല്ലിംഗ് പ്രൈസ് 5% പെർ ഇയർ വെച്ചിട്ട്. അപ്പൊ നമുക്ക് സെയിൽസിന്റെ വർക്കിംഗ് നോക്കാം. 0th ഇയറിൽ നമുക്ക് വരുന്നത് എത്രയാണ്? സെയിലിന്റെ പ്രൈസ് 90 ആണ്. അതിന് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യണം. എത്ര പെർസെന്റേജ് വെച്ചിട്ട്? 105% വെച്ചിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൈസ് കിട്ടും. അപ്പൊ ഞാൻ 4 ഇയർ ആണ് പ്രൊജക്ട് ഉള്ളത്. ഞാൻ 5ാമത്തെ വർഷം വെറുതെ ഇട്ടതാണ്, കാരണം ടാക്സോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടി. 4 വർഷത്തെ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ, 5ാമത്തെ വർഷത്തെ വേണ്ട. കാരണം നമ്മൾ 50 ഇയർ ഇട്ടിരിക്കുന്ന എന്തിനാണ്? നമുക്ക് ടാക്സ് അലവൽ ഡിപ്രീസിയേഷനോ ടാക്സേഷനോ കൊടുക്കാനുള്ളതിന്റെ ബേസിസിലാണ്. സോ സെയിൽസ് എത്ര യൂണിറ്റ്സ് ആണ് പറയുന്നത്? ഒരു വർഷം 20,000 യൂണിറ്റ്സ് ആണ് ഒരു വർഷം നടക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ 3 സീറോസ് കുറച്ചാണ് എടുക്കുന്നത്. ഓക്കെ, 3 സീറോസ് കുറച്ചാണ് വോളിയം എടുക്കുന്നത്. അപ്പൊ എത്ര യൂണിറ്റ്സ് വരും? 20, 20, 20, 20. ശരിയല്ലേ? അപ്പൊ സെയിൽസ് റവന്യൂ നമുക്ക് കണ്ടൂടെ? സെയിൽസ് റവന്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയായിരിക്കും സെയിൽസ് റവന്യൂ? ഫസ്റ്റ് ഇയറിൽ എത്രയാണ് വരുന്നത്? 94.5 ആണ് സെല്ലിംഗ് പ്രൈസ്. എത്ര യൂണിറ്റ്സ് നമ്മൾ സെല് ചെയ്യും? 20 യൂണിറ്റ്സ് സെല് ചെയ്യും. അപ്പൊ എത്ര റവന്യൂ കിട്ടും? 1890. ഇനി ഇവിടെ ആണെങ്കിലോ 99.225 ആണ്. മൾട്ടിപ്ലൈ ബൈ 20, 1984 വരും. അങ്ങനെ നമ്മൾ 4 വർഷത്തെ സെയിൽസ് കണ്ടു. ഓക്കെ, ഇനി ഈ സെയിൽ കോൾ എന്ത് ചെയ്യാം? നിങ്ങൾ നേരെ മെയിൻ ഫോർമാറ്റിലേക്ക് പോയിട്ട് അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഇയർ സെയിൽ 1890, സെക്കൻഡ് ഇയറിലത്തെ സെയിൽ എത്രയാണ്? 1984.5. അങ്ങനെ ഡ്രാഗ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? സെയിൽ കിട്ടി. 4 വർഷത്തെ സെയിൽ കിട്ടി. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്ത് ചെയ്യാം? സീറോസ് കുറയ്ക്കാം. ഇനി നമുക്ക് വേരിയബിൾ കോസ്റ്റ് ആണ്. നോക്കിക്കേ, വേരിയബിൾ കോസ്റ്റിന് ഒരു ചെറിയ ട്രീറ്റ്മെന്റ് ഉണ്ട്. പ്രോബബിലിറ്റി ആണ് തന്നത്. വേരിയബിൾ കോസ്റ്റ് 40 ആവാം, 50 ആവാം, 60 ആവാം, 70 ആവാം. ഇതിനുള്ള പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി അനാലിസിസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം? വേരിയബിൾ കോസ്റ്റ് ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ആവറേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാ? നമ്മൾ ഓരോ പ്രൈസും എടുക്കും, അതിന്റെ വരാനുള്ള ചാൻസും എടുക്കുന്നുണ്ടായിരിക്കും. ശരിയല്ലേ? സോ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നോക്കിക്കോളൂ. ആദ്യം ഞാൻ 40 വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 20%. 0.2 പ്ലസ് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പ്രോബബിലിറ്റി 50 ആണ്. മൾട്ടിപ്ലൈ ബൈ അത് വരാനുള്ള ചാൻസ് 0.4 ആണ്. നെക്സ്റ്റ് പ്ലസ് അടുത്ത കേസിൽ 60 ആണ്. എന്ത്? വേരിയബിൾ കോസ്റ്റ്. അത് വരാനുള്ള പ്രോബബിലിറ്റി 0.2 ആണ്. നെക്സ്റ്റ് 17 ആണ് വരാൻ ചാൻസ് ഉള്ളത്. അത് വരാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളം ആണ്? 0.2 ആണ്. സോ എത്രയാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ്? ആവറേജ് കിട്ടി 54 ആണ്. അപ്പൊ നമുക്ക് ഈ വേരിയബിൾ കോസ്റ്റിലും എന്തുണ്ട്? പെർ യൂണിറ്റിൽ ഇൻഫ്ലേഷൻ എത്രയാണ് വരുന്നത്? വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഇൻഫ്ലേറ്റ് ചെയ്യുന്നത് 3% ആണ് ഒരു വർഷം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കറന്റ് ടേംസിൽ 54 ആണ്. അതിനെ ഇൻഫ്ലേറ്റ് ചെയ്യണം. എത്ര വെച്ചിട്ട്? 3% വെച്ചിട്ട്. സോ 54 ഇൻറ്റു 3% എന്ന് പറയുമ്പോൾ 103% നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യും ഇൻഫ്ലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ 55.62 കിട്ടും. പിന്നെ എത്രയാണ്? അങ്ങനെ ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് 4 വർഷത്തെ വേരിയബിൾ കോസ്റ്റും കിട്ടും. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊരു യൂണിറ്റിനുള്ള വേരിയബിൾ കോസ്റ്റ് ആണ് 50 കിട്ടിയിരിക്കുന്നത് അല്ലെ. നമുക്ക് എന്ത് വേണം? ഇതിനെ സെയിൽസ് വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? എന്നാലല്ലേ നമുക്ക് ടോട്ടൽ കിട്ടുള്ളൂ. സെയിൽസ് വോളിയം കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാ വർഷവും 20 തന്നെയാണ് അല്ലെ സെയിൽസ് വോളിയം. അപ്പൊ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. നമുക്ക് ഓരോ ഇയറിലത്തെയും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എങ്ങനെ കാണാം? എമൗണ്ട് എടുക്കും, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്യും നമ്മൾ അല്ലെ.
ഇത് നമ്മൾ മെയിൻ ഫോർമാറ്റിലോട്ട് ഡ്രാഗ് ചെയ്യും. വേരിയബിൾ കോസ്റ്റ് അല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നെഗറ്റീവില് കാണിച്ചൂടെ? കോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെ നെഗറ്റീവില് കാണിക്കാൻ പോവാണ്. വേരിയബിൾ കോസ്റ്റും കാണിച്ചു. ഇനി ഫിക്സഡ് കോസ്റ്റ് എത്രയാണെന്നാ പറയുന്നത്? 300,000 ആണ് പെർ ഇയർ. നമ്മൾ ഇവിടെ ചെയ്യുന്ന കാൽക്കുലേഷൻ എല്ലാം ഞാൻ എക്സാമിനർ ഓൾറെഡി നോട്ട് ചെയ്യാണ്. 3 സീറോസ് കുറച്ചിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെ? ഇനി 300 ആണ് വരുന്നത്. വേരിയബിൾ കോസ്റ്റ് കറന്റ് ഇയർ ടേംസിൽ എത്രയാണ്? 300 ആണ്. അപ്പൊ നമുക്ക് അതിനെന്ത് ചെയ്യണം? സോറി, ഫിക്സഡ് കോസ്റ്റ് കറന്റ് ഇയറിൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 300 ആണ്. ഇതിനെ ഇൻഫ്ലേറ്റ് ചെയ്യണം. അതിന്റെ ഇൻഫ്ലേഷൻ എത്ര പെർസെന്റേജ് ആണ്? 3% ആണ്. അപ്പൊ എങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്യുക? 300 ഇൻറ്റു 103% ചെയ്യും നമ്മള്. അങ്ങനെ കൺട്രോൾ കോപ്പി ചെയ്ത് 4 വർഷത്തെ ഫിക്സഡ് കോസ്റ്റും കിട്ടി നമുക്ക്. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ ഫോർമാറ്റിൽ ഫിക്സഡ് കോസ്റ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്തിൽ കാണിക്കാം? നെഗറ്റീവിലി കാണിക്കാം. ഞാൻ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തു, ബാക്കി ഞാൻ എന്ത് ചെയ്യുന്നു? ഡ്രാഗ് ചെയ്യുന്നു. ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ടാക്സബിൾ ക്യാഷ് ഫ്ലോസ് കിട്ടും, ശരിയല്ലേ? ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ടാക്സബിൾ ക്യാഷ് ഫ്ലോസ് കിട്ടും. എന്ത് ചെയ്യും? നമ്മൾ സം എടുക്കും. സെയിൽ മുതൽ ഫിക്സഡ് കോസ്റ്റ് വരെയുള്ളതിന്റെ സം എടുക്കും. ഇനി നമുക്ക് എന്താണ്? ടാക്സേഷൻ കൊടുക്കണം. ഈ ക്യാഷ് ഫ്ലോന് ടാക്സ് കൊടുക്കണം. ടാക്സേഷൻ റേറ്റ് എത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 20% ആണ്. കോർപ്പറേഷൻ ടാക്സ് എത്രയാണ്? 20% ആണ്. ടാക്സ് ഈസ് പേബിൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഫോളോയിങ് ദ ഇയർ വിച്ച് ഇറ്റ് റിലേറ്റ്സ്. അതായത് നമ്മൾ എന്തെന്നാണ് ടാക്സ് പേ ചെയ്യുന്നത്? അറിയേഴ്സ് ആയിട്ടാണ് ഇവിടെ ടാക്സ് എന്ത് ചെയ്യുന്നത്? പേ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ടാക്സ് കൊടുക്കുന്ന മൊമെന്റിൽ എങ്ങനെ കൊടുക്കണം? നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട്, അതായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് അത് റിലേറ്റ് ചെയ്യുന്ന ഇയർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇയർ ആണ് കൊടുക്കുന്നതെന്നാ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയറിലത്തെ 469ന്റെ 20% ടാക്സ് പോവല്ലേ, അപ്പൊ നെഗറ്റീവില് കാണിക്കാം. അത് നമ്മൾ എന്നാ പേ ചെയ്യുക? സെക്കൻഡ് ഇയറിൽ. ഇനി സെക്കൻഡ് ഇയറിലത്തെ ക്യാഷ് ഫ്ലോസിന്റെ ടാക്സ് 20% എന്ന് പേ ചെയ്യും? തേർഡ് ഇയറിൽ പേ ചെയ്യും. ഇനി ഫോർത്ത് ഇയറിലാണെങ്കിലോ? തേർഡ് ഇയറിലത്തെ ക്യാഷ് ഫ്ലോസിന്റെ 20% നമ്മൾ എപ്പോ പേ ചെയ്യും? ഫോർത്ത് ഇയറിൽ പേ ചെയ്യും. ഇനി ഫിഫ്ത് ഇയറിൽ എന്താ ഉണ്ടാവുക? ഫോർത്ത് ഇയറിലത്തെ ക്യാഷ് ഫ്ലോസിന്റെ 20% നമ്മൾ പേ ചെയ്യും? ഫിഫ്ത് ഇയറിൽ പേ ചെയ്യും. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ടാക്സ് സേവിങ്സ് ആണ്. ടാക്സ് അലോബിൾ ഡിപ്രീസിയേഷൻ ഉണ്ടോ നോക്കാം. ഉണ്ട്. ടാക്സ് അലോബിൾ ഡിപ്രീസിയേഷൻ അറ്റ് എ റേറ്റ് ഓഫ് 25% പെർ ഇയർ ഓൺ എ റിഡ്യൂസിംഗ് ബാലൻസ് ബേസിസ്. ലാസ്റ്റ് ബാലൻസിങ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് ഇൻ ദ ഇയർ ഓഫ് ഡിസ്പോസൽ പീരീഡിൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു വർക്കിംഗ് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്ക് ടാക്സ് സേവിങ്സ് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഡിപ്രീസിയേഷൻ എത്രയാണെന്നുള്ളത് വേണം, അല്ലെ? എത്രയാണ് നമ്മുടെ അസറ്റിന്റെ കോസ്റ്റ്? 1.5 മില്യൺ ആണ് പ്ലാന്റിന്റെ കോസ്റ്റ് വരുന്നത്. ഓക്കെ, 1.5 മില്യൺ ഞാൻ 3 സീറോസ് കുറച്ചെടുക്കുമ്പോൾ 1500 വരും, അല്ലെ? ശരിയല്ലേ? ഇതാണ് പ്ലാന്റിന്റെ കോസ്റ്റ്. ഇതിന്റെ പെർസെന്റേജ് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് കാണാൻ? ഡിപ്രീസിയേഷൻ കാണാൻ. സോ നിങ്ങൾക്കറിയാം, റെഡ്യൂസിങ് ബാലൻസിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ എമൗണ്ടിന്റെ 25% ഫസ്റ്റ് എടുക്കും, ശരിയല്ലേ? അപ്പൊ 375 വരും. പിന്നെ എന്ത് ചെയ്താൽ മതി? ഈ എമൗണ്ടിന്റെ 75% വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലെ? ലാസ്റ്റ് ഇയർ വരെ ഇൻറ്റു 75%. പക്ഷെ ലാസ്റ്റ് ഇയറിൽ ബാലൻസിങ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? ബാലൻസിങ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് ലാസ്റ്റ് ഇയറിൽ. ഇതെങ്ങനെയാ ബാലൻസിങ് അഡ്ജസ്റ്റ്മെന്റ് കാണുക? ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾക്ക് ടോട്ടൽ അസറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു? 1500. അതിൽ എത്രത്തോളം നമ്മൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തു? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത് നോക്കിക്കേ. എത്രയാണ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തത്? ഇത്ര എമൗണ്ട് 867. ബാക്കി എമൗണ്ട് ഉണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ, ശരിയല്ലേ? ഇത്രേ ക്ലെയിം ചെയ്തിട്ടുള്ള, ബാക്കി നമുക്ക് ക്ലെയിം ചെയ്യാനുണ്ട്, ശരിയല്ലേ? അപ്പൊ എത്രയാ ബാക്കിയുള്ളത് ക്ലെയിം ചെയ്യാനും? 632ന്റെ എന്തുണ്ട് നമുക്ക്? ഡിപ്രീസിയേഷൻ ഉണ്ട്.
മാത്രല്ല ലാസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടൂല ഇങ്ങോട്ട്. അതിന് ടാക്സ് അതോറിറ്റി തരുമോ? ഇല്ല. ഡിസ്പോസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത് ഈ ഒരു എക്യുപ്മെന്റിൽ നിന്ന്? ഡിസ്പോസൽ ടൈമിൽ 125 കിട്ടുന്നുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്പോസൽ എമൗണ്ട് ഡിഡക്ട് ചെയ്യണം. ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് ബാലൻസിങ് അഡ്ജസ്റ്റ്മെന്റ് ആയി കാണിക്കാൻ പറ്റുള്ളൂ. അത് എത്രയാണ്? 507 ആണ്. ക്ലിയർ അല്ലേ? ഇതൊക്കെ നിങ്ങൾ ഒരുപാട് ചെയ്തായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ പുറത്താണ് നമുക്ക് എന്ത് കിട്ടുക? ടാക്സ് സേവിങ് കിട്ടുക. ടാക്സ് സേവിങ് കിട്ടുക എത്രയാണ്? ഇതിന്റെ പുറത്ത് നമ്മുടെ ടാക്സ് റേറ്റ് എത്രയാണ്? 20% വെച്ച് നമുക്ക് എന്ത് കിട്ടും? ടാക്സ് അലൗബിൾ ഡിപ്രീസിയേഷൻ അലൗബിൾ ആയിരിക്കും. ഇതെന്താ നമുക്ക് കിട്ടുന്ന റിലീഫ് അല്ലേ? അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് ചെയ്യും? ടാക്സ് സേവിങ്സ് പോസിറ്റീവായി തന്നെ കാണിക്കും. അപ്പൊ നിങ്ങൾക്കറിയാം ടാക്സ് പേ ചെയ്യുന്നത് അരേസിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നതും എന്തെന്നായിരിക്കും? അരേസ് തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ 75 സെക്കൻഡ് ഇയറിലാണ് കിട്ടുക. അത് ഞാൻ എന്ത് ചെയ്തു? ട്രാക്ക് ചെയ്തു. യെസ്, അത് കഴിഞ്ഞു. ഇനി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കേണ്ടത് 0th ഇയറിൽ എത്രയാണ്? 1.5 മില്യൺ ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. സോ ഞാൻ അതിന് 1500 ആയിട്ട് കാണിക്കുന്നു. ഔട്ട്ഫ്ലോ അല്ലേ? കാണിച്ചു. ഇനി റെസീജ്വൽ വാല്യൂ എത്രയുണ്ട്? പ്രൊജക്ടിന്റെ എൻഡ് ഓഫ് ദ ലൈഫ് 4th ഇയറിൽ 125 കിട്ടും നമുക്ക്. ശരിയല്ലേ? 125 പ്രൊജക്ടിന്റെ പീരീഡിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. 4th ഇയറിൽ ക്യാഷ് ഇൻഫ്ലോ ആണ് 125. അത് കാണിച്ചു. ഇനി റെസീജ്വൽ വാല്യൂ അല്ലോ, സോറി മാറിപ്പോയി, ഞാൻ കാണിച്ചു. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾക്ക് വേണം 100,000 ആണ് ആവശ്യം. അപ്പൊ നമ്മൾ 0th ഇയറിൽ 100 ആവശ്യമാണ് നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രിമെന്റൽ നോക്കണം അല്ലെ? ഇൻഫ്ലേഷൻ ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 3% പെർ ഇയർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടത് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വേണ്ടത് എല്ലാ വർഷവും 100 ആണ്. നമ്മൾ ഇപ്പോഴത്തെ കറന്റ് ഇയർ ടേംസിൽ പ്രകാരം നമുക്ക് വേണ്ടത് എന്താണ്? 100 ആണ് എല്ലാ വർഷവും. പക്ഷെ അതിന് എന്ത് സംഭവിക്കുന്നുണ്ടടാ? ഇൻഫ്ലേഷൻ സംഭവിക്കുന്നുണ്ട്. എത്രയാണ്? 3% ആണ് ഇൻഫ്ലേഷൻ. 3% ഇൻഫ്ലേഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇതേ ഇൻറ്റു 3%, സോറി 103%, 103 വരും. ഇനി ഇത് ഉപയോഗിച്ച് പിന്നെയും 3%, എത്ര വരും? 106 വരും. അങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര വെച്ച് വരുന്നുണ്ടോ? 109 വരെ വരും. നിങ്ങൾക്കറിയാം ലാസ്റ്റ് ഇയറിൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക? നമ്മൾക്ക് മൊത്തം ലാസ്റ്റ് ഇയറിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് മൊത്തം തിരിച്ചു കിട്ടുന്നുള്ള അസംഷൻ ആണല്ലേ നമ്മള്. ഇനി എങ്ങനെയാണ് ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഇയറിൽ 100, 0th ഇയറിൽ 100 പോവും. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഉള്ള ഇൻക്രിമെന്റൽ എമൗണ്ടുകൾ മാത്രമേ നിങ്ങൾക്ക് ഔട്ട് ഫ്ലോ. അപ്പൊ 100 ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇൻഫ്ലേഷൻ കാരണം വന്ന എക്സ്ട്രാ എമൗണ്ട് എത്രയാണ്? 3 നിങ്ങൾ ഈ വർഷം സ്പെൻഡ് ചെയ്യും എക്സ്ട്രാ. ഇനി ഇവിടെ ആണെങ്കിലോ 103 106 എത്രയാണ്? 3 തന്നെയാണ്. റൗണ്ട് ചെയ്താൽ 106 109 എത്രയാണ്? 3 തന്നെയാണ്. ലാസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ തേർഡ് ഇയറിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത മൊത്തം എമൗണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യാഷ് ഇൻഫ്ലോ ആയി കിട്ടും. അതല്ലേ നമ്മൾ അസംഷൻ പഠിച്ചത്? 109 നിങ്ങൾക്ക് മൊത്തം ഈ വർഷം തിരിച്ചു കിട്ടും 4th ഇയറിൽ. അപ്പൊ നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യം 100 കാണിച്ചു. വർക്കിംഗ് ക്യാപിറ്റലിൽ 100 കാണിച്ചു. ഇനി ബാക്കിയുള്ള എമൗണ്ട് ഞാൻ ട്രാക്ക് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ മൊത്തം റിക്കവേർഡ് ആയി. ഇനി നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം. നെറ്റ് ക്യാഷ് ഫ്ലോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ടാക്സബിൾ ക്യാഷ് ഫ്ലോ എന്ന് വേണം നിങ്ങൾ നെറ്റ് ക്യാഷ് ഫ്ലോ എടുക്കാൻ. മൊത്തം എടുത്താൽ തെറ്റിപ്പോകും. അപ്പൊ കൺട്രോൾ കോപ്പി. അപ്പൊ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ചെയ്യണം. ഡിസ്കൗണ്ട് ഫാക്ടർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12%. ഞാനത് ഫുൾ റൗണ്ട് ചെയ്തപ്പോൾ അതും പോയി. അത് നമുക്ക് 3 ഡെസിമലിൽ കാണിക്കാം. ഓക്കെ, 3 ഡെസിമലിൽ കാണിച്ചു. അപ്പൊ ഞാൻ ഇനി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് എടുക്കാൻ പോവാണ്. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് എങ്ങനെ എടുക്കുക? 1600 ഇൻറ്റു 1, ഫസ്റ്റ് ഇയറിലെത്തത് അങ്ങനെ കിട്ടിയല്ലോ. ഇനി എനിക്ക് എൻ പി വി കണ്ടൂടെ? എൻ പി വി എങ്ങനെ കാണാം?
സം ഓഫ് ഓൾ പ്രസന്റ് വാല്യൂസ് നമ്മൾ എടുക്കും. എത്രയാണ് NPV? 79 ആണ് നമ്മുടെ പ്രൊജക്ടിന്റെ NPV എന്ന് പറയുന്നത്. അപ്പൊ NPV കിട്ടി നമുക്ക്. പക്ഷെ നമ്മൾക്ക് ഒരു മാർക്ക് കിട്ടണമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ? അപ്പൊ ഞാൻ കമന്റ് ചെയ്യട്ടെ, നോക്കിക്കോളൂ കമന്റ് ചെയ്യുന്നത്. The expected NPV is പോസിറ്റീവ് എമൗണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് 79 അല്ലെ? 79 and is therefore financially acceptable. ഈ പ്രൊജക്ട് എന്താണ്? ഫിനാൻഷ്യലി അക്സെപ്റ്റബിൾ ആണ്. ഇത് എഴുതിയാൽ ഒരു മാർക്ക്, അത്ര പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഒന്നാമത്തെ റിക്വയർമെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ റിക്വയർമെന്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാനാണ്. ഹൗ യുവർ ഡിസിഷൻ ഇൻ പാർട്ട് എ വിൽ ഹെൽപ്പ് ഇൻ ജിനി കമ്പനി അച്ചീവ് ദെയർ പ്രൈമറി ഒബ്ജക്റ്റീവ്. ഇത് ഏത് കമ്പനിയാണ്? ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. നമ്മൾ പഠിച്ചത് എന്താ? ലിസ്റ്റഡ് കമ്പനി പാർട്ട് എയില് ഒരു ലിസ്റ്റഡ് കമ്പനിന്റെ അതായത് അൾട്ടിമേറ്റ് എയിം എന്തായിരിക്കും? പ്രൈമറി ഒബ്ജക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യലാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? ഈ ഒരു പാർട്ട് എയിലത്തെ കാൽക്കുലേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ പ്രൈമറി ഒബ്ജക്റ്റീവ് ജിനി കമ്പനിക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക വേണ്ടത്. സോ ഐ വിൽ ഷോ യു ദ ആൻസർ. ഞാൻ റിട്ടേൺ ചെയ്ത ആൻസർ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നോക്കിക്കേ. അപ്പൊ നമ്മൾ അറിഞ്ഞെടുക്കാണ് ജിനി കമ്പനി ഷുഡ് അക്സെപ്റ്റ് ദ പ്രൊജക്ട് ബിക്കോസ് അതിനെന്തുണ്ട്? NPV 80,000. നമ്മൾ റൗണ്ടിങ്ങിന്റെ ഡിഫറൻസ് കൊണ്ടാണ് 79 വന്നത്. സോ ജിനി കമ്പനിന്റെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് പ്രൊജക്ട് എന്തായാലും എടുക്കണം ഈ ഒരു പ്രൊജക്ട്, കാരണം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് NPV 80,000 തരുന്നുണ്ട്. എന്താണ് പോസിറ്റീവ് NPV എന്ന് വെച്ചാൽ? എ പോസിറ്റീവ് NPV മീൻസ് ദ പ്രൊജക്ട് വിൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ കമ്പനി, അതായത് കമ്പനിന്റെ വാല്യൂ കൂട്ടുന്നുണ്ട് എന്നല്ലേ മീൻ ചെയ്യുന്നത്. ആസ് ജിനി കമ്പനി ഇസ് എ ലിസ്റ്റഡ് കമ്പനി, അപ്പോ ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? മാക്സിമൈസ് ചെയ്യലാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത്. അതുകൊണ്ട് അക്സെപ്റ്റിംഗ് ദ പ്രൊജക്ട് വിൽ ഇൻക്രീസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ബൈ 80,000. എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് 80,000 കൂട്ടും. അത്ര മാത്രം എഴുതിയാൽ മതി 2 മാർക്കിന്. എന്താ ചോദിക്കുന്നത്? ഡിസ്കസ് ചെയ്യാനാണ് എങ്ങനെയാണ് പാർട്ട് എയിലത്തെ നിങ്ങളെ NPVയുടെ അഭിപ്രായ പ്രകാരം ഈ പ്രൊജക്ട് അച്ചീവ് ചെയ്യണോ? ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ആവോ? ഈ കമ്പനിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് മെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തു, അത്ര എഴുതിയാൽ മതി. അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? 3 ലിമിറ്റേഷൻസ് എഴുതാനാണ്. ഏത് യൂസ് ചെയ്യുന്നതിന്റെ? പ്രോബബിലിറ്റി അനാലിസിസ് യൂസ് ചെയ്യുന്നതിന്റെ. ഡിസൈഡിങ് വെദർ ഓർ നോട്ട് ടു പ്രൊഡ്യൂസ് വിത്ത് LP500. ഈ ഒരു പ്രൊജക്ടിന്റെ കേസിൽ പ്രോബബിലിറ്റി അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യണോ വേണ്ടയോ അതിന്റെ 3 ലിമിറ്റേഷൻസ് പറയാനാണ്. അപ്പൊ നമുക്ക് ലിമിറ്റേഷൻസ് നോക്കിയാലോ? നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഞാൻ ലിമിറ്റേഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താ? പ്രോബബിലിറ്റീസ് മെ നോട്ട് അക്യുറേറ്റ്. ഇതെന്താണ്? വരാനുള്ള ചാൻസ് അല്ലേ, ഉറപ്പൊന്നുമില്ലല്ലോ ഉണ്ടാവുന്ന. നമുക്ക് നോക്കാം. ഇപ്പൊ പ്രോബബിലിറ്റീസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്ടഡ് വേരിയബിൾ കോസ്റ്റ് മേ ജസ്റ്റ് ബി എസ്റ്റിമേറ്റ് ഓർ ഗസ്സസ്. ഇതെന്ത് മാത്രമായിരിക്കാം? എസ്റ്റിമേറ്റോ ഗസ്സസോ ആയിരിക്കാം. ഇഫ് ദർ ആർ ഇൻഅക്യുറേറ്റ്, അവിടെ ഇൻഅക്യുറസി ഉണ്ടെങ്കിൽ ദ എക്സ്പെക്ടഡ് വാല്യൂ ഓൾസോ ബി അൺറിലയബിൾ ആയിപ്പോ. അപ്പൊ നമ്മൾ അത് വെച്ച് കണ്ട NPVയിലുള്ള കാൽക്കുലേഷനും എന്ത് ചെയ്യും? തെറ്റുന്നുണ്ടായിരിക്കും. ഒന്നാമത്തത് കിട്ടിയ 2 മാർക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ നോക്കിക്കേ. എക്സ്പെക്ടഡ് വാല്യൂസ് ഇഗ്നോർ റിസ്ക്. റിസ്കിന് എന്ത് ചെയ്യുന്നില്ല? എടുക്കുന്നില്ല. നോക്കിക്കേ. ദ എക്സ്പെക്ടഡ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് കിട്ടിയത് 54 ആണ് എക്സ്പെക്ടഡ് വാല്യൂ വെച്ചിട്ട്. ബട്ട് ദ ആക്ച്വൽ കോസ്റ്റ് കുഡ് ബി 40, 50, 60, 70. ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് നോക്കിക്കേ. ഇഫ് ദി ആക്ച്വൽ കോസ്റ്റ് ഈസ് $60 or 70 ആണെങ്കിൽ പ്രൊജക്ടിന്റെ NPV എന്താവാനുള്ള ചാൻസ് ഉണ്ട്? നെഗറ്റീവായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ എക്സ്പെക്ടഡ് വാല്യൂ ഡസ് നോട്ട് ഷോ ദ ബെസ്റ്റ് ഓർ വേഴ്സ്റ്റ് പോസിബിൾ ഔട്ട്കം നമുക്ക് തരുന്നില്ല, ആവറേജ് മാത്രമാണ് തരുന്നത്. രണ്ടാമത്തെ മാർക്കും കിട്ടിയല്ലോ ലിമിറ്റേഷൻസ്. മൂന്നാമത്തേത് എന്താ? ഇറ്റ് ഇഗ്നോർസ് ദ കമ്പനീസ് ആറ്റിറ്റ്യൂഡ് ടു റിസ്ക്. അതായത്
റിസ്ക് അവേഴ്സ് കമ്പനി മേ റിജക്ട് ദ പ്രൊജക്ട് ബിക്കോസ് ദർ ഈസ് എ ചാൻസ് ഓഫ് മേക്കിംഗ് ലോസ്. അതായത് റിസ്ക് അവേഴ്സുകാരെന്ന് വെച്ചാൽ അവർ തീരെ റിസ്ക് എടുക്കാൻ തയ്യാറാകാത്തവരാ. അപ്പൊ ഈ എക്സ്പെക്ടഡ് വാല്യൂ കാണുന്ന സമയത്ത് ഏത് പ്രൈസ് ആവുന്ന ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ഈ പ്രൊജക്ട് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എ റിസ്ക് ടേക്കിംഗ് കമ്പനി എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? സ്റ്റിൽ അക്സെപ്റ്റ് ബിക്കോസ് ദർ ഈസ് ഓൾസോ എ ഗുഡ് ചാൻസ് ഓഫ് ഏർണിംഗ് എ ഹയർ പ്രോഫിറ്റ് ഹയർ ആവാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ ഈ ഒരു എക്സ്പെക്ടഡ് വാല്യൂ എന്ത് ചെയ്യുന്നില്ല? കമ്പനിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? റിസ്ക് അവേഴ്സ് അപ്രോച്ച് ആണോ ഇവർക്ക് ഇഷ്ടം? ഇവർ റിസ്ക് തോനെടുക്കാൻ താല്പര്യമുള്ളവരാണോ എന്നൊന്നും നോക്കുന്നില്ല. നോക്കിക്കേ, എക്സ്പെക്ടഡ് വാല്യൂ മേ നെവർ ഹാപ്പൻ അല്ലെ. ദ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് $54 പെർ യൂണിറ്റ് ഈസ് ഓൺലി ആൻ ആവറേജ് മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് വൺ ഓഫ് ദി ആക്ച്വൽ പോസിബിൾ കോസ്റ്റ്. സോ ദ ബിസിനസ് മേ നെവർ എക്സ്പീരിയൻസ് ദിസ് വാല്യൂ ഇൻ റിയാലിറ്റി. ഇത് വെറും ഒരു എന്താണ്? ഗസ് ചെയ്ത എമൗണ്ട് ആണ്, ആവറേജ് എമൗണ്ട് ആണ്. ഇത് ആക്ച്വലി വരാൻ ഒരു ചാൻസും ഇല്ല. നിങ്ങൾ 3 ലിമിറ്റേഷൻസ് എഴുതിയാൽ മതി കേട്ടോ. ഞാൻ 4 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട്. താങ്ക് യു.